ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിഫോം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. 10 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടിയുടെ അളവിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ തയ്യൽ ചാർജൊക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് തയ്യൽ മെഷീൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ, എന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാകുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ 8, 9, 10 വയസ്സിൻ്റെ ഇടയിലുള്ള ഒരു കുട്ടിക്കുള്ള യൂണിഫോം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കട്ടിങ്ങും വീഡിയോസും ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി പോയി കാണുക. ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് പോയി കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിഫോമിൻ്റെ ടോപ്പിനില്ല തുണിയാണ്. താഴെ ഭാഗത്ത് പാൻറ്റും കറുപ്പ് പാൻറ്റും അതുപോലെ തന്നെ കോട്ടും. അപ്പോൾ ടോപ്പും പാൻറ്റും കോട്ടും ഈ 3 ബിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ടോപ്പാണ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ച് തരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ പാൻറ്റും കോട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ച് തരും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മുടെ യൂണിഫോമിൻ്റെ കട്ടിങ് എന്ന് നോക്കട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ഇതിൽ ലോങ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലേക്ക് വരാം. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കട്ടിങ് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ 4ആയിട്ട് മടക്കി ഇടുക. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള 2 വശവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ വശം, പിന്നെ മുകൾ വശം ക്ലോസ് ആയിട്ടുള്ള വശം, ഇവിടെ നമുക്ക് തേരുവശം, അങ്ങനെയാണ് കേട്ടോ. അങ്ങേ വശം തേരുവശമായിട്ട് 4 ലെയറായിട്ടും കിടക്കും. ഇങ്ങനെ നമ്മൾ 2ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. രണ്ടും കറക്റ്റ് ലെവലിൽ തന്നെ ആക്കി വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കറക്റ്റാക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം ലെവലല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ലൈൻ വരച്ച് കൊടുക്കട്ടെ. ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈൻ വരച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇവിടെ നിന്നും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫുൾ ലെങ്ത്താണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ താഴെ ഭാഗത്ത് നമ്മൾ ലൈൻ വരച്ചെടുത്തു. ഇനി നമുക്ക് അവിടെ നിന്നും ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ താഴെ ഭാഗത്ത് നമ്മൾ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ, അതിൽ നിന്നും നമ്മൾ ഫുൾ ലെങ്ത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ആ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ തയ്യൽ തുമ്പായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം 39 ഇഞ്ച് നമുക്ക് മൊത്തം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 39 ഇഞ്ച് മൊത്തം ആയിട്ടുള്ള ലെങ്ത്ത് ഞാൻ ഇതേപോലെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് ലെങ്ത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലെങ്ത്ത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ആ ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക, അല്ലെങ്കിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതിലേറെ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കുക. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡർ എനിക്ക് വരുന്നത് 13.5 ഇഞ്ചാണ്. മൊത്തം ഷോൾഡർ, ഒരു ഷോൾഡറിൽ നിന്നും ഒരു ഷോൾഡർ വരെ 13.5 ഇഞ്ച്. 13.5യുടെ പകുതി 6.25. അപ്പോൾ ഈ 6.25ൻ്റെ കൂടെ നമ്മൾക്കൊരു 1/4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ബാക്ക് നെക്ക് വെറും 2.5 ഇഞ്ച് മാത്രമേ ലെങ്ത്ത് കൊടുക്കണുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഷോൾഡർ 1/4 ഇഞ്ച് കൂട്ടിയിട്ട് 7 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ കൈക്കുഴി നമുക്ക് കറക്റ്റ് 7 ഇഞ്ച് തന്നെയാണ് വരുന്നത്. കൈക്കുഴി ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. നമുക്ക് ഇവിടെയും കറക്റ്റ് ആ ഷോൾഡറിൻ്റെ അതേ അളവാണോ നോക്കുക. അപ്പോൾ 7 ഇഞ്ച് കണ്ടില്ലേ, ഇവിടെ നമുക്ക് 7 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെസ്റ്റ് ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ചെസ്റ്റ് വരുന്നത് റൗണ്ടായിട്ട് നമുക്ക് കിട്ടുന്നത് 34 ഇഞ്ചാണ്. 34ൻ്റെ പകുതി 8.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ കണ്ടില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ മാർക്ക് ചെയ്യാം. 34ൻ്റെ 1/4 ഭാഗം 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 ഇഞ്ച് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. തയ്യൽ തുമ്പ് കുട്ടികളൊക്കെ വണ്ണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസ് കൊടുക്കാമല്ലോ. അടുത്ത ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം.
അപ്പോൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ ബോഡിയിൽ നിന്ന് ഷേപ്പിൻ്റെ ലെങ്ത്ത് എത്ര കിട്ടിയിട്ടുള്ളത് വെച്ചാൽ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കണം. ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ട് നമ്മൾ 11.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വണ്ണം, ഷേപ്പിൻ്റെ വണ്ണം മൊത്തം റൗണ്ട് 30 ഇഞ്ചാണ്. ആ 30ൻ്റെ 4ൽ 1 ഭാഗം 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെയും തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തുടക്കക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഷേപ്പിൻ്റെ വീതി എടുക്കുമ്പോൾ നമുക്ക് പ്രയാസമായിട്ട് തോന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ചെസ്റ്റിൻ്റെ വീതി എടുക്കുമ്പോൾ ഒരു പ്രയാസമായിട്ട് തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ ഈ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചെസ്റ്റിൻ്റെ വണ്ണം പല വീഡിയോയിലും കാണാം, ഒരു ഫിംഗർ ലൂസിൽ അല്ലെങ്കിൽ 2-3 ഫിംഗറിൻ്റെ ലൂസിൽ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ചെസ്റ്റിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ച് കൂട്ടുക, 4 ഇഞ്ച് കൂട്ടുക, 5 ഇഞ്ച് കൂട്ടുക, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ടല്ലോ പല വീഡിയോയിലും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നമ്മൾ ഈ ഷേപ്പിൻ്റെ വീതി ഉണ്ടല്ലോ, നമുക്ക് നമ്മളെ ഷേപ്പിൻ്റെ വീതി നമുക്ക് എടുക്കുക. എത്രയാണോ നമുക്ക് ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം വേണ്ടത് വെച്ചാൽ ആ വണ്ണം നോക്കിയിട്ട് നമ്മളിവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 7.5 ഇഞ്ച്. അപ്പോൾ ഇവിടെ 7.5 ഇഞ്ച്. അപ്പം വണ്ണം എനിക്ക് മൊത്തത്തിൽ കിട്ടും 30 ഇഞ്ചാണ്. 30ൻ്റെ 4ൽ 1 ഭാഗം 7.5 ഇഞ്ച്. അപ്പോൾ ഈ ഷേപ്പിൻ്റെ 7.5 ഇഞ്ചാണല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെസ്റ്റ് ചിലപ്പോൾ അളന്നെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ടൈറ്റ് വരിക, അല്ലെങ്കിൽ കുറച്ച് ലൂസാകുക, അങ്ങനെയൊന്നും കംപ്ലൈൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് സംശയമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ, നമ്മൾ ഈ ഷേപ്പിൻ്റെ ഇവിടെ 7 വന്നല്ലോ, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ച് കൂട്ടി കൊടുക്കുമ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ളത് ചെസ്റ്റിൻ്റെ വണ്ണം വന്നിട്ടുള്ളത് 8.5 ഇഞ്ച്. മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളെ ഷേപ്പിലേറെ 1 ഇഞ്ച് കൂടുതലായിരിക്കും നമ്മളെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഷേപ്പിലേറെ 1 ഇഞ്ച് കൂടുതൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ 4ൽ 1 ഭാഗത്തിൻ്റെ കൂടെയാണ് കേട്ടോ 1 ഇഞ്ച് കൂട്ടി കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഷേപ്പിൻ്റെ ആ ഭാഗത്ത് 7.5 ഇഞ്ച്, അപ്പോൾ മുകളിൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ട് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റാണോ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റും ഷേപ്പും ലെവലായിട്ട് കിട്ടും കേട്ടോ. ചെസ്റ്റിൻ്റെ അവിടെ ടൈറ്റ് വരികയോ അല്ലെങ്കിൽ ലൂസ് വരികയോ ഒന്നും ചെയ്യില്ല. ഷേപ്പിലേറെ 1 ഇഞ്ച് കൂടുതലായിട്ട് ചെസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് അടുത്ത അളവ് വേണ്ടത് ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത്. അപ്പോൾ ഹിപ്പിൻ്റെ ലെങ്ത്ത് എടുത്തിട്ട് വേണം നമ്മൾ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മളെ കുട്ടിയുടെ ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത് എത്രയാണോ നോക്കുക, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ എനിക്ക് 17 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 17.5 ഇഞ്ച് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വീതി മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ഹിപ്പിൻ്റെ അവിടുത്തെ വീതി, അപ്പോൾ ഇവിടുത്തെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ചെസ്റ്റ് അളവുണ്ടല്ലോ, ചെസ്റ്റ് നമുക്ക് 8.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് മാത്രം കൂട്ടി കൊടുക്കുക. 1 ഇഞ്ച് കൂട്ടിയാൽ 8.5 അല്ലേ, നമുക്ക് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം എടുക്കുക. വണ്ണം എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം എത്രയാണോ നോക്കുക, അപ്പോൾ അതിൻ്റെ കൂടെ 4ൽ 1 ഭാഗം മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചെസ്റ്റിലേറെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ട് 9.5 ഇഞ്ചിൽ ഞാനിവിടെ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ 9.5 ഇഞ്ച് കിട്ടും. പിന്നെ നമുക്ക് തയ്യൽത്തുമ്പ്, അപ്പോൾ തയ്യൽത്തുമ്പ് നമ്മൾ സൈഡ് ഓപ്പൺ അല്ലല്ലോ, സൈഡ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 1 ഇഞ്ച് മാത്രം അല്ലെങ്കിൽ 1.5 ഇഞ്ച് മാത്രം തയ്യൽത്തുമ്പ് കൊടുക്കുക. അപ്പോൾ ഇവിടെ സൈഡ് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഞാൻ മുകൾ ഭാഗത്ത് തയ്യൽത്തുമ്പ് കൊടുത്ത അതേ കറക്റ്റ് അളവ് തന്നെ ഞാൻ കൊടുക്കുകയാണ്. 2 ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 9.5 ഇഞ്ച് നമ്മൾ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൊടുത്തിട്ട് 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും നമ്മൾ ഹിപ്പിൻ്റെ അവിടെ വണ്ണം എടുക്കാൻ. അപ്പോൾ നമ്മൾ ഷേപ്പിൻ്റെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ്, ഷേപ്പിൻ്റെ വണ്ണത്തിലേറെ കൂടുതലേക്കരം 1 ഇഞ്ച് കൂടുതലേക്കരം ചെസ്റ്റിൻ്റെ വണ്ണം, ചെസ്റ്റിൻ്റെ വണ്ണത്തിലേക്കറെ 1 ഇഞ്ച് കൂടുതലേക്കരം നമുക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം. ഏകദേശം അളവ് അതാണ്. കുറച്ച് ലൂസിൽ തയ്ച്ചാലും, തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ലൂസിൽ തയ്ച്ച് കഴിഞ്ഞാലും നമുക്കത് ഷേപ്പ് ചെയ്ത് കണ്ട്
കറക്റ്റ് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് ലൂസൊക്കെ കൊടുത്തിട്ട് തയ്ച്ചാലും ഷേപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് മാത്രം കൊടുക്കുക. 1/2 ഇഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 9 ഇഞ്ചിലാണ് ഇവിടെ വരിക. ഇപ്പോൾ 1 ഇഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ വരിക 9.5 ഇഞ്ച് ചെസ്റ്റിലേറെ. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഹിപ്പിൻ്റെ അവിടെ നമ്മളെ ചെസ്റ്റിലേറെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് തയ്ക്കാം. പിന്നെ നല്ല ടൈറ്റ് വേണ്ടവർക്ക് മാത്രം 1/2 ഇഞ്ച് മാത്രം കൊടുക്കുക. പിന്നെ താഴെ ഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ക്യാമറയിൽ പെട്ടിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് അവിടെ ഓരോ ചെറിയ ചെറിയ കുത്ത്. അപ്പോൾ പിന്നെ ക്യാമറ നോക്കിയപ്പോൾ ക്യാമറ ഓഫായി കിടക്കുകയായിരുന്നു കേട്ടോ. ഇനി ഇവിടുത്തെ വണ്ണം നമ്മൾ എടുക്കുമ്പോൾ ഹിപ്പിലേറെ നമുക്ക് 5 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ ഹിപ്പ് നമ്മൾ 9.5 ഇഞ്ചാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു 5 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ നമുക്ക് എക്സ്ട്രാ കൊടുക്കുക. അപ്പോൾ അത് ഞാനിവിടെ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തി വെച്ചതായിരുന്നു. 1, 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ക്യാമറ ഓഫായി പോയതായിരുന്നു. അപ്പോൾ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. 5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു തയ്യൽ തുമ്പും കൂടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് താഴെ ഭാഗത്തെ വണ്ണം കിട്ടും. ഹിപ്പിലേറെ 5 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ കൊടുക്കണമെന്ന് വെച്ചാൽ ആ തയ്യൽ തുമ്പും കൊടുക്കുക. എന്നിട്ട് ഇതാ മുകളിലേക്ക് 2 ഇഞ്ച് മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഇങ്ങനെ കൊടുത്തിട്ട് സെൻറ്ററിൽ നിന്നും ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് ഈ 2 ഇഞ്ചിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. ഇതേപോലെ കൊണ്ടുവരണം. ഇവിടെ നിന്നും ഇങ്ങനെ വരച്ചിട്ടൊരു കർവ് ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവരണം. ഈ 2 ഇഞ്ചിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് കൊണ്ടുവരിക. കാരണം നമുക്കിവിടെ 2 സൈഡിലും തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കർവ് കൊടുക്കണം കേട്ടോ. എന്നാലും നമ്മളെ യൂണിഫോം നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. ചില യൂണിഫോമൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ കാണാറുണ്ടല്ലോ 2 സൈഡിലും ഇങ്ങനെ ആയിട്ട് തൂങ്ങിക്കിടക്കണം. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പുകളൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ കഴിയും. പിന്നെ ഇത് കുറച്ച് വണ്ണല്ല കുട്ടിയാണ്ടാണ് കേട്ടോ ഇത്രയും ചെസ്റ്റ് അളവും ഈ ഷേപ്പിൻ്റെ അവിടെയൊക്കെ വരുന്നത്. തീരെ വണ്ണല്ലാത്ത കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും വരില്ല. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങളുടെ കുട്ടിയുടെ അളവ് എത്രയാണോ വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ അതൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി നമ്മൾ കുഴിച്ച് വരയ്ക്കുമ്പോൾ ഈ ചെസ്റ്റിൻ്റെ ഇവിടെ നിന്നും കണ്ടില്ലേ ഇത്ര അളവ് നമുക്ക് എത്രയാണോ നോക്കുക. അപ്പോൾ 1.5 ഇഞ്ചാണ്. 1.5ൻ്റെ പകുതി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ 3/4 ഇഞ്ചാണ്. ഇനി ഇവിടെ 1 ഇഞ്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. 3/4 കിട്ടുകയാണെങ്കിലും 1 ഇഞ്ചിൽ നമുക്ക് കർവ് ചെയ്യാം. അപ്പോൾ ഞാനിത് കർവ് ചെയ്തപ്പോൾ ഒന്ന് തെറ്റിപ്പോയിട്ടോ. ഒന്ന് ശരിയാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് കർവ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ ആ ഒരു ഉള്ളിലായിട്ട് നമ്മൾ കർവ് ചെയ്ത് കൊടുക്കുക. ഇവിടേക്ക് തെന്നിപ്പോയതാണ്. ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വരക്കണം. ഫ്രണ്ട് കൈക്കുഴി നമുക്കൊരു 1/2 ഇഞ്ച് മാത്രം ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്നും 1/2 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. ചെസ്റ്റിൻ്റെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തല്ലോ ആ ഒരു പോയിന്റിൽ തന്നെ വന്ന് മുട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കൈക്കൂടെ പകുതി ഒന്ന് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആ പകുതി ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് ബാക്കിയുള്ള പകുതിയിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇവിടെ നിന്നും ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ 1/2 ഇഞ്ചിലൂടെ ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുഴിച്ചെടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് കർവായിട്ട് വരച്ചെടുക്കണം. ഇതേപോലെ വരച്ചെടുത്തു. അപ്പോൾ ബാക്ക് കൈക്കുഴിയും ഫ്രണ്ട് കൈക്കുഴിയും ഞാൻ കുഴിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വരച്ചെടുക്കാം.
ഇനി എങ്ങനെയാണ് നെക്ക് നമ്മൾ വരച്ചെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും കൈക്കുഴി കുഴിച്ച് വരച്ചത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ വരച്ചെടുക്കുക. ഇനി ഞാനിവിടെ നെക്കിൻ്റെ വീതി, അപ്പോൾ നെക്കിൻ്റെ വീതി നമുക്കൊരു 2.5 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓരോ കുട്ടിയുടെ വണ്ണത്തിനനുസരിച്ചൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ഇഞ്ചും ഒരു പോയിൻറ്റും കൂടി കൂട്ടി എടുത്തിട്ടുള്ള വീതി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടി വണ്ണമില്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് 2.25 ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത്, അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടിയ നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് നമ്മൾ കൂട്ടി കൊടുക്കട്ടോ. ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ 1/4 ഇഞ്ച് കൂട്ടി കൊടുക്കണം. ഇതേപോലെ ഞാൻ 5.25 ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ബോക്സ് ആക്കി എടുക്കുക. പിന്നെ ഇവിടെ കറക്റ്റ് താഴെ ഭാഗത്തും അതിൻ്റെ വീതി കറക്റ്റാണോ നോക്കുക. അപ്പം ഞാനിതാ 2.5 ഇഞ്ചും അതിനൊരു പോയിൻറ്റും കൂടി കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ 2.5 ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ചിലെടുത്താലും മതി. നമുക്ക് 2.5 ഇഞ്ച് വീതിയിലും 5.25 ഇഞ്ച് ലെങ്ത്തിലും ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തു. ഈ ബാക്ക് നെക്ക് 2.5 ഇഞ്ചാണ് ഞാൻ ബാക്ക് നെക്ക് കൊടുക്കുന്നത്. ഈ 2.5 ഇഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈക്കുഴിയുടെ ആ ഒരു ഷോൾഡറിൻ്റെ വീതി കുറക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് മാത്രം കൂട്ടിയിട്ട് നമ്മൾ ഷോൾഡർ വീതി മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ 2.25 ഇഞ്ചിൽ തന്നെ 2.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഇതുപോലൊന്ന് റൗണ്ട് നെക്കാണ് കർവ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ബാക്ക് നെക്ക് ചതുരാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നും നേരെ ഇങ്ങോട്ട് ഇതേപോലെ ഒന്ന് മുട്ടിച്ചെടുത്തിട്ട് ഇത് ചതുരായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചതുര നെക്കും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് നെക്കാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് നെക്കും നമ്മൾ ചതുരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചത് പോലെ തന്നെ ചതുരാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ചതുര നെക്കല്ല, ഇവിടെ നിന്നും ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്നും 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ചല്ല കേട്ടോ, 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഒരു 1/2 ഇഞ്ചിൽ നിന്നും ഇങ്ങോട്ട് ലെങ്ത്തിലേക്ക് ഈ ഒരു ഷേപ്പിൽ ചെയ്തിട്ട് ഇതുപോലെ മുകളിലേക്ക് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു നെക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇതേപോലെ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ ഈ ബോക്സ് കറക്റ്റായി വരച്ചിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് നെക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നെക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. ഷോൾഡർ സ്ലോപ്പിന് ഇതേപോലെ ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മളെ ഷോൾഡർ സ്ലോപ്പും. അപ്പോൾ നമ്മളെ ടോപ്പിൻ്റെ മൊത്തം അളവും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്ര ഉള്ളൂ യൂണിഫോം നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് കട്ടിങ്ങും കൂടി ചെയ്തെടുത്താൽ നമ്മളെ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇനി ഇത് ആദ്യം നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ട് മാർക്ക് ചെയ്തല്ലോ, അതിലൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഫ്രണ്ട് നെക്കും ഫ്രണ്ട് കൈക്കുഴിയും കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഞാനിതാ ഇതേപോലെ നമ്മൾ ബാക്ക് ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ഇവിടെ കട്ട് ചെയ്യണം കേട്ടോ. 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് നെക്ക് ഇതേപോലെ റൗണ്ട് നെക്കാണ്, ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്കത്തെ പീസ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് എങ്ങനെയാണോ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് വെച്ചാൽ അതേ നെക്കിൽ നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് നെക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കും ഫ്രണ്ടും തിരിച്ചറിയാൻ വേണ്ടി ബിയും എഫും കൊടുത്തിട്ടുണ്ട്
വരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വരച്ചെടുക്കാം നമുക്ക്. ഫ്രണ്ടും ബാക്കും മാറിപ്പോകൂല. എന്നിട്ട് ഫ്രണ്ടിൽ ഇതേപോലെ കൈക്കുഴി കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ല, 1/2 ഇഞ്ച് നമ്മൾ ഇതേപോലെ കുഴിച്ച് കട്ട് ചെയ്ത് എടുത്തു. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക ഫ്രണ്ട് കൈക്കുഴി. അപ്പോൾ ഇത്രയുള്ള നമ്മളെ മെയിൻ കട്ടിങ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു കൈക്കുഴിയുടെ ഭാഗം 1/2 ഇഞ്ച് നമ്മൾ വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്ര ഉണ്ട് നമുക്ക് ഇതിൻ്റെ റൗണ്ടായിട്ട് നമുക്ക് കിട്ടണമെന്ന് നോക്കാം. ഇതേപോലെ വെച്ചിട്ട് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 9.5 ഇഞ്ചാണ്. അപ്പോൾ 9.5 ഇഞ്ചാണ് നമ്മൾ സ്ലീവിൻ്റെ കൈക്കുഴി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വന്ന ഈ ഒരു തുണിയിൽ നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടുള്ള ലെങ്ത്ത് വേണം. ഇവിടെ നമുക്ക് 15 ഇഞ്ച് ലെങ്ത്തുള്ളൂ കിട്ടുന്നത്. ഫുൾ സ്ലീവാണ്. അപ്പോൾ ഫുൾ സ്ലീവ് ഒരു 21 ഇഞ്ചോളം ലെങ്ത്ത് വേണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും വേണം നമുക്ക് സ്ലീവ് എടുക്കാൻ. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം ഓപ്പൺ ആണല്ലോ. അപ്പോൾ ആ ഓപ്പണിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് 1/2 ഇഞ്ച് ഒന്ന് വിട്ടിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കേട്ടോ. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുത്തിട്ട് ഞാൻ 22.5 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്യാണ്. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനും പിന്നെ 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും കൂടി കൂട്ടിയിട്ടാണ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. പിന്നെ നമ്മളിവിടെ 1/2 ഇഞ്ച് വിട്ടല്ലോ. 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്താണ് നമുക്ക് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് കൈക്കുഴിയുടെ. അപ്പോൾ ഇവിടെ ഞാൻ 10 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി കുഴിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് 3.5 ഇഞ്ച് നമുക്ക് ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് കുട്ടികളെ വിളിച്ചപ്പോൾ പോയതായിരുന്നു. അപ്പോൾ പിന്നെ വന്നപ്പോൾ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഓണാണ് വിചാരിച്ചു. അപ്പോൾ അതിൽ ഓഫായിരുന്നു. ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ കൈക്കുഴിയുടെ അവിടെ ഒരു മാർക്ക് ചെയ്തു 10 ഇഞ്ചിൽ. എന്നിട്ട് 3.5 ഇഞ്ചിൽ നമ്മൾ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ 3.5 ഇഞ്ചിലേക്ക് ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു. എന്നിട്ട് നമ്മൾ മസിലിൻ്റെ അവിടുത്തെ ലെങ്ത്ത് എടുത്തു. പിന്നെ അവിടുത്തെ വണ്ണം എത്രയാണ് നമ്മൾ നോക്കി. ആ വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ ബോഡി പാർട്ടിൽ നമ്മൾ 2 ഇഞ്ചാണല്ലോ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തയ്യൽ തുമ്പ് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ താഴത്തെ വണ്ണം അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്തു. 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചെടുത്തു. ഇനി നമുക്ക് ഈ കൈക്കൂടെ ഈ ഒരു ഭാഗത്ത് നിന്നും നേരെ നമ്മൾ ആ മസിലിൻ്റെ അവിടുത്തെ വണ്ണത്തിലേക്ക് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ തന്നെ വരച്ചു കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്നും നമ്മളെ സ്ലീവിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് താഴത്തെ വണ്ണത്തിലേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് നമ്മളെ ബോഡി പാർട്ടിൽ എത്രയാണോ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ആ ഒരു തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ ആ സീറ്റ് പൊങ്ങി കിടക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്കതോട് വളഞ്ഞ പോലെയൊക്കെ തോന്നുന്നത് കേട്ടോ. നമ്മൾ സീറ്റിൻ്റെ മുകളിലിട്ടിട്ടാണ് ഇങ്ങനെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ സ്ലീവ് വരച്ചെടുത്തിട്ടുണ്ട്. ഈസിയാണ് നമുക്ക് സ്ലീവ് വരച്ചെടുക്കാൻ. അത്ര പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നമുക്ക് കുട്ടികളുടെ ഇതാണല്ലോ, യൂണിഫോമാണ്. നമുക്ക് ഇതേപോലെ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കർവ് ചെയ്യണത് ഇതേപോലെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ കർവ് ചെയ്ത് കൊടുക്കുക. 3.5 ഇഞ്ചിലേക്കാണ് ഞാൻ കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 3.5 ഇഞ്ചിലേക്ക് ഇതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് മസിലിൻ്റെ അവിടുത്തെ വണ്ണത്തിലേക്ക് ഒന്നിങ്ങനെ കർവ് ചെയ്തിട്ട് വരച്ചെടുക്കുക. അതിലൂടെ ഇതേപോലെ കട്ട് ചെയ്യുക. നമുക്ക് താഴത്തെ വണ്ണത്തിൻ്റെ കൂടെ ഞാനിവിടെ 1.5 ഇഞ്ച്, നമുക്ക് താഴത്തെ വണ്ണത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. മുകളിൽ നമ്മൾ ബോഡി പാർട്ടിന് എത്രയാണോ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ആ തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കുക. താഴെ ഭാഗത്ത് നമുക്ക് 1.5 ഇഞ്ച് മതി. അവിടെ അധികം തയ്യൽ തുമ്പായി കഴിഞ്ഞാൽ കുറച്ച് ഇടുമ്പോൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. ഇതേപോലെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു.
ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വരക്കണം. അപ്പോൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് 4 പീസായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്കത് ജോയിൻറ്റ് ചെയ്യണം. മുകളിൽ ഞാൻ 1/2 ഇഞ്ച് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുണ്ടല്ലോ, അത് മുകളിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് ഉള്ളൂ നമുക്ക് ഒരു സ്ലീവ് ആക്കി എടുക്കാൻ പറ്റുക. കണ്ടില്ലേ, ഇത് നമുക്ക് 4 പീസായിട്ടാണ് കിടക്കുന്നത്. ഈ 2 പീസും കൂടി തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല വശം ചീത്ത വശം അറിയാൻ വേണ്ടിയിട്ട് ചീത്ത വശത്ത് ഇതേപോലെ മാർക്കിങ് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക, ഡോട്ടിട്ട് കൊടുക്കുക, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. കാരണം കുട്ടികളൊക്കെ അല്ലേ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തിട്ട് അവർ ഇതാക്കും. അപ്പോൾ നമുക്ക് നല്ല വശം ചീത്ത വശം യൂണിഫോമിൻ്റെ സീലിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഡോട്ടിട്ട് കൊടുത്തുകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്നും ഫ്രണ്ട് സ്ലീവിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് കുഴിച്ച് വരച്ച് ഇപ്പോൾ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യണില്ല, കാരണം നമുക്കിവിടെ 4 ലെയറായിട്ടാണല്ലോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സ്ലീവ് ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നിന്നും ഒരു 2.5 ഇഞ്ചോ 3 ഇഞ്ച് ഇതേപോലെ ഇവിടെ നിന്നും ഒരു 2 ഇഞ്ച് മതിയാവും. 2 ഇഞ്ച് ഒന്ന് നേരെ കൊടുന്നിട്ട് പിന്നെ ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ ഇതേപോലെ കൊണ്ടുവരാം. ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് മാത്രം നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു അളവിലേക്ക് നമ്മളെ കറക്റ്റ് വീതി ഉണ്ടല്ലോ, ആ വീതിയിൽ നിന്നും തയ്യൽ തുമ്പിൻ്റെ അതുവരെ തയ്യൽ തുമ്പ് അവിടെ എത്തുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ കൊണ്ടുപോകുക. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ഫ്രണ്ട് സ്ലീവ് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യണില്ല, ഞാനത് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലീവ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചതുരത്തിലുള്ള പീസ് നമുക്ക് എങ്ങനെയാണോ ഫ്രണ്ട് നെക്ക് തയ്ക്കണമെന്ന് വെച്ചാൽ അതേപോലുള്ളൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ബാക്ക് നെക്ക് ഞാൻ തയ്ക്കുന്നത് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ക്രോസ് പീസിന് നമ്മൾ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ വീതിയിൽ ഇതേപോലെ ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ക്രോസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മളെ കട്ടിങ് വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് യൂണിഫോം കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും കഴിയും. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ടാണ് വരും കേട്ടോ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാൽ ഈ വീഡിയോയുടെ ബാക്കി കാണാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻഡിലും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്.